Hello friends, welcome to Need Ninja and Sonaki Daniel. ഇന്ന് നിങ്ങൾക്ക് ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമുക്ക് എന്തൊക്കെ ടോപ്പിക്സ് ഉണ്ടെന്ന് നോക്കാം. വാട്ട് ഈസ് ലിവിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം, ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ്, ബൈനോമിയൽ നോമൻക്ലേച്ചർ, ടാക്സോണമി കാറ്റഗറീസ്. ഇത്രയും ടോപ്പിക്കാണ് നമുക്കിന്ന് കവർ ചെയ്യേണ്ടത്. What is living? Living organism exhibit certain distinctive characteristics which distinguish them from non-living. നമുക്ക് എന്താണ് ആ ക്യാരക്ടേഴ്സ് എന്ന് നോക്കാം. ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, കോൺഷ്യസ്നസ്, സെല്ലുലാർ ഓർഗനൈസേഷൻ. ഇത്രയും ക്യാരക്ടേഴ്സാണ് നമുക്ക് എങ്ങനെ ലിവിങ് തിങ്സിനെ വേർതിരിച്ചറിയാം, നോൺ ലിവിങ് തിങ്സിൽ നിന്ന് എങ്ങനെ വേർതിരിച്ചറിയാം എന്ന് നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ. അതിനകത്ത് ആദ്യം നമുക്ക് ഗ്രോത്ത് നോക്കാം. ഗ്രോത്ത്, ഇൻക്രീസ് ഇൻ ബോഡി മാസ്, ഇൻക്രീസ് ഇൻ നമ്പർ. ഗ്രോത്തിന് ട്വിൻ ക്യാരക്ടേഴ്സ് ആണ് ഇൻക്രീസ് ഇൻ ബോഡി മാസ്, ഇൻക്രീസ് ഇൻ നമ്പർ. ഇത് രണ്ടും വെച്ചാണ് ഗ്രോത്ത് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ നോക്കുന്നത്. ഹയർ പ്ലാന്റ്സിലും ആനിമൽസിലും ഗ്രോത്തും റീപ്രൊഡക്ഷനും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആണ്. പക്ഷെ നമുക്ക് ഗ്രോത്തിനെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, നോൺ ലിവിങ് തിങ്സും ഗ്രോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻക്രീസ് ഇൻ ബോഡി മാസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോൺ ലിവിങ് തിങ്സ് ഗ്രോ ചെയ്യും. നോൺ ലിവിങ് തിങ്സിലേക്ക് ഇപ്പോൾ മൗണ്ടെയിൻസ്, ബോൾഡേഴ്സ്, അതിലേക്ക് അക്യുമുലേഷൻ നടക്കുമ്പോൾ, മെറ്റീരിയൽസ് അക്യുമുലേഷൻ നടക്കുമ്പോൾ നോൺ ലിവിങ് തിങ്സ് ഗ്രോ ചെയ്യും. ലിവിങ് ഓർഗാനിസം ഇന്റേണൽ ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത് ലിവിങ് ഓർഗാനിസത്തിൽ. നോൺ ലിവിങ് ഓർഗാനിസത്തിൽ എക്സ്റ്റേണൽ ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. സെക്കൻഡ് ക്യാരക്ടറാണ് നമുക്ക് പഠിക്കാനുള്ളത്, റീപ്രൊഡക്ഷൻ. No non-living object is capable of reproducing or replicating by itself. ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റും റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷേ എല്ലാ ലിവിങ് ഒബ്ജക്റ്റിനും റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുമില്ല. അതുകൊണ്ടാണത് ഡിഫൈനിങ് പ്രോപ്പർട്ടി ആവാതെ വരുന്നത്. നമുക്ക് എൻ സി ആർ ടിയിൽ കുറച്ച് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ പറയുന്നുണ്ട്. പ്ലനേറിയ ട്രൂ റീജനറേഷൻ വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈസ്റ്റേൺ ഹൈഡ്ര ബഡ്ഡിംഗ് വഴിയും, ഫംഗൈ അസെട്ര സ്പോർസ് ഉപയോഗിച്ചും, ഫംഗൈ ഫിലമെന്റസ് ആൽഗി പ്രോട്ടോൺമോ ഓഫ് മോസസ് ഫ്രാഗ്മെന്റേഷൻ വഴിയും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കാര്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റീപ്രൊഡക്ഷൻ ഗ്രോത്തും സിമിലർ ആണ്, സിനോണിമസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസം സച്ചസ് ബാക്ടീരിയ, യൂണിസെല്ലുലാർ ആൽഗെ ഓർ അമീബ, reproduction is synonymous with growth, that is increase in number of cells. നമുക്കിനി മ്യൂൾസ്, സ്റ്റെറൈൽ വർക്കർ ബീസ്, ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾസ് എക്സെട്ര ഡു നോട്ട് റീപ്രൊഡ്യൂസ്. അതുകൊണ്ടാണ് ഓൾ including defining characteristic of living organism cannot be a defining property. Including characteristic of living organism ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആവാത്തത് മ്യൂൾസ്, വർക്കർ ബീസ്, ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾസ്, അങ്ങനെ കുറച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത ലിവിങ് തിങ്സും ഉണ്ട്. മൂന്നാമത്തെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മെറ്റബോളിസം ആൻഡ് സെല്ലുലാർ ഓർഗനൈസേഷൻ. മെറ്റബോളിസം എന്ന് പറയുമ്പോൾ സം ടോട്ടൽ ഓഫ് ഓൾ കെമിക്കൽ റിയാക്ഷൻ ഒക്വറിങ് ഇൻ അവർ ബോഡി ഈസ് കാൾഡ് മെറ്റബോളിസം. ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റിനും മെറ്റബോളിസം കാണിക്കാൻ പറ്റില്ല. ഒരു ലിവിങ് തിങ് ആണെങ്കിൽ എല്ലാ ലിവിങ് തിങ്സിനും മെറ്റബോളിസം ഉണ്ട്. നമുക്ക് പക്ഷെ ഒരു ഒബ്ജക്റ്റ് ഇൻവിട്രോ ആയിട്ട് നമുക്ക് ലിവിങ് റിയാക്ഷൻസ് നടത്താൻ പറ്റും, പക്ഷെ അതൊന്നും ലിവിങ് തിങ്സ് അല്ല, നമ്മളത് ലിവിങ് റിയാക്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പം അതൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. ഒരു എക്സെപ്ഷൻ പോലും മെറ്റബോളിസത്തിന് ഒരു എക്സെപ്ഷനും ഇല്ല. ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് കോൺഷ്യസ്നെസ്. എല്ലാ ലിവിങ് ഒബ്ജക്റ്റിനും കോൺഷ്യസ്നെസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും പ്ലാന്റ് ഒക്കെ റെസ്പോണ്ട് ചെയ്യുമെന്ന്. പ്ലാന്റ് ലൈറ്റിനും വാട്ടറിനും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും, അത് നമുക്ക് ചെറിയ ഓർഗാനിസം തൊട്ട് വലിയ ഓർഗാനിസം വരെ എല്ലാത്തിനും കോൺഷ്യസ്നെസ് ഉണ്ട്. ദ ലിവിങ് ഓർഗാനിസം ഹാവ് ദ എബിലിറ്റി ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ് ഓർ എൻവയോൺമെന്റ്
and respond to these environmental stimuli, which could be physical, chemical, or biological. Consciousness therefore becomes the defining property of living organism. അതുപോലെ photo period affects reproduction in seasonal breeders, both plants and animals. അങ്ങനെ എല്ലാ ഓർഗാനിസത്തിനും കോൺഷ്യസ്നെസ് ഉണ്ട്. Human being is the only organism who is aware of himself, has self-consciousness. സെൽഫ്-കോൺഷ്യസ്നെസ് ഉള്ള ഒരേ ഒരു ഓർഗാനിസം ഹ്യൂമൻ ബീങ് മാത്രമാണ്. ലിവിങ് ഓർഗാനിസം ആർ സെൽഫ്-റെപ്ലിക്കേറ്റിംഗ്, ഇവോൾവിംഗ്, സെൽഫ്-റെഗുലേറ്റിംഗ്, ഇൻറ്ററാക്റ്റീവ് സിസ്റ്റം capable of responding to external stimuli. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. Biodiversity refers to the number and types of organisms present on Earth. The number of species that are known and described range between 1.7 to 1.8 billion. നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു നമ്പറാണ് 1.7 to 1.8 മില്യൺ. ക്വസ്റ്റ്യൻസിൽ അത് നമുക്ക് ഇടയ്ക്ക് ബില്യൺ ഒക്കെ ആയിട്ട് തരാം, നമ്മൾ തെറ്റിക്കരുത്. 1.7 to 1.8 മില്യൺ സ്പീഷീസ് ആണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. എന്താണ് സിസ്റ്റമാറ്റിക്സ്? ദ വേർഡ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് സിസ്റ്റമ. സിസ്റ്റമ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് സിസ്റ്റമാറ്റിക്സ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്ന ഒരു വിഭാഗമാണ് സിസ്റ്റമാറ്റിക്സ്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസം, their diversity and relationship among them. Linnaeus used Systema Naturae as the title of his publication. Systematics takes into account evolutionary relationship between organisms. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ടാക്സോണമി. ടാക്സോണമി സിസ്റ്റമാറ്റിക്സിന്റെ അണ്ടറിൽ വരുന്ന ഒരു വിഭാഗമാണ് ടാക്സോണമി. Taxonomy is defined as the science of identification, nomenclature, classification of organisms. ടാക്സോണമിനെ നമുക്ക് 4 ആയിട്ട് തിരിക്കാം. ക്ലാസിഫിക്കേഷൻ, ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, ക്യാരക്ടറൈസേഷൻ. ക്ലാസിഫിക്കേഷൻ: arrangement of animals and plants into convenient category based on easily observable characteristics. Identification: recognition of essential characters of organisms. Nomenclature: name of living organism such that a particular organism is known by the same name all over the world. Characterization: organisms are studied based on the understanding of characters of organisms. നമുക്ക് സയന്റിഫിക് നെയിംസിനെ പറ്റി പഠിക്കാം. കാരണം നമുക്ക് ഒരു പേര് തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ പല പേരുകളായിട്ടാണ്. പട്ടിനെ തന്നെ നമുക്ക് നായ എന്നൊക്കെ പല പേരുകളിൽ നമുക്കറിയാം. അപ്പം നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും മനസ്സിലാകണ്ടേ, അതിനാണ് സയന്റിഫിക് നെയിം കൊടുക്കുന്നത്. അപ്പം യൂണിവേഴ്സിൽ എല്ലാവരുടെയും അക്സെപ്റ്റ് ചെയ്ത നെയിം ആണ് സയന്റിഫിക് നെയിം. Certain international codes have been established to. These codes are ICBM, International Code for Botanical Nomenclature, ICZN, International Code for Zoological Nomenclature. ഇവരാണ് നമുക്ക് സയന്റിഫിക് നെയിംസ് തരുന്നത്. ബൈനോമിയൽ നോമൻക്ലേച്ചർ. കാൾ ലിന്നേഴ്സ് പ്രപ്പോസ് ചെയ്തതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചറിന് 2 കോമ്പണൻസ് ഉണ്ട്: ജനറിക് നെയിം ആൻഡ് സ്പെസിഫിക് എപ്പിറ്ററ്റ്. ഫസ്റ്റ് വേർഡാണ് ജനറിക് നെയിം, സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. സെക്കൻഡ് നെയിമാണ് സ്പെസിഫിക് എപ്പിറ്ററ്റ്. സ്പീഷീസിനെ പറ്റി പറയുന്നതാണ് സ്പെസിഫിക് എപ്പിറ്ററ്റ്, സ്റ്റാർട്ട്സ് വിത്ത് സ്മോൾ ലെറ്റർ. ഇനി കുറച്ച് നോമൻക്ലേച്ചർ എഴുതാനുള്ള റൂൾസ് നമുക്ക് പഠിക്കാം. ലാറ്റിനൈസ്ഡ് ഓർ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ irrespective of their origin. Printed in italics to indicate their Latin origin. Separately underlined when handwritten. Name of the author is written in abbreviated form after the specific epithet, that is at the end of the biological name. നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതുകയാണെങ്കിൽ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം നെയിം ഓഫ് ദ ഓതർ. ആ
കണ്ടുപിടിച്ച ഓതറിന്റെ നെയിം അബ്രിവേറ്റഡ് ഫോമിൽ കൊടുക്കാറുണ്ട്. ലാറ്റിനൈസ്ഡ് ആയിരിക്കും. പ്രിന്റ് ചെയ്യുമ്പോൾ ഇറ്റാലിക്സിലായിരിക്കും. ലാറ്റിൻ ഒറിജിൻ ആണ് നെയിമിനുള്ളത്. ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. The biological names are same all over the world. They are definite and accepted universally. All newly discovered plants and animals can be named, classified and described easily. നമുക്കിനി അടുത്തത് ടാക്സോണമിക് കാറ്റഗറീസ് എന്തൊക്കെയാന്ന് നോക്കാം. The system of organizing organism in a definite sequence of various taxonomic categories in a descending order is called taxonomic hierarchy. Each കാറ്റഗറിന് നമുക്കൊരു യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് റാങ്ക് എന്നാണ്. കോമൺലി നമുക്കതിനെ ടാക്സോൺ എന്ന് പറയാം. ഡിഫറെൻറ്റ് ടാക്സോണിക് കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഏറ്റവും ചെറുതാണ് സ്പീഷീസ്. നമ്മൾ ഇവിടെ അസെൻഡിങ് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഫൈലത്തിൽ നമുക്ക് ഡിവിഷൻ എന്നും കൂടെ പറയാം. ഫണ്ടമെന്റൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് ഫണ്ടമെന്റൽ സിമിലാരിറ്റീസ് ഉള്ളതിനാണ് നമുക്ക് സ്പീഷീസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. കുറെ സ്പീഷീസ് ചേർന്നതാണ് ജീനസ്. പാന്തര ലിയോ, പാന്തര ടൈഗ്രിസ്. ഇതിലെ പാന്തര എന്ന് പറയുമ്പോൾ ജീനസ് ആണ്. ഇവരൊക്കെ ഒരേ വിഭാഗത്തിൽ വരുന്ന ജീനസിൽ പെട്ടതാണ്. ഫാമിലി മോർ റിലേറ്റഡ് ജനേറെ ഒരുമിച്ച് വരുന്നതാണ് ഫാമിലി. എക്സാമ്പിൾ സൊളനേസിയെ, ഡെറ്റൂറ, പെറ്റൂണിയ, ഡെറ്റൂറ ഇതൊക്കെ സൊളനേസിയ ഫാമിലിയിൽ വരുന്നതാണ്. ഫാമിലി എല്ലാം കൂടെ റിലേറ്റഡ് ഫാമിലീസ് ഇൻക്ലൂഡ് ചെയ്തതാണ് ഓർഡർ. റിലേറ്റഡ് ഓർഡർ ഇൻക്ലൂഡ് ചെയ്തതാണ് ക്ലാസ്. റിലേറ്റഡ് ക്ലാസ്സുകൾ ഇൻക്ലൂഡ് ചെയ്താണ് ഫൈലം. ഫൈലത്തിന് ഡിവിഷൻ എന്നും പറയും. ഫൈലം എന്ന് പറയുമ്പോൾ ആനിമൽസിന്റെ കേസിലും ഡിവിഷൻ നമ്മൾ പ്ലാന്റ്സിന്റെ കേസിലാണ് പറയുക. ഏറ്റവും ലാസ്റ്റ് കിങ്ഡം അനിമേലിയ, കിങ്ഡം പ്ലാന്റ്. അങ്ങനെ നമുക്ക് ഈ ചാപ്റ്റർ മെയിൻ പഠിക്കാനുള്ള ടോപ്പിക്സ് ഇവിടെ തീരെയാണ്. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എന്താണ് ലിവിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം, ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ്, ബൈനോമിയൽ നോമൻക്ലേച്ചർ, ടാക്സോണമിക് കാറ്റഗറീസ്. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് ബൈനോമിയൽ നോമൻക്ലേച്ചർ വെച്ചിട്ടുള്ള കുറച്ച് സയന്റിഫിക് നെയിംസ് മെയിനായിട്ട് നോക്കി വെക്കേണ്ടതാണ്. NCERT ടെസ്റ്റിലുള്ള എല്ലാ സയന്റിഫിക് നെയിമും നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. താങ്ക് യു ഫോർ listening. Bye bye from Sona K. Daniel.